പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ജോസഫും മനയൻകുട്ടനും ആകെ പരവേഷത്തിലാണ്. എങ്ങനെയെങ്കിലും ആ പുളിക്കിനെ ഒന്ന് പൊക്കണം. കൂടെ ജോസഫിന്റെ ഫ്രണ്ടുമുണ്ട്. അവസാനം അവർ ആ ഒരു താവളം അങ്ങ് കണ്ടുപിടിക്കും. ജനവാസമില്ലാതെ ആ ഒരു ദേവീക്ഷേത്രത്തിന് മുമ്പിൽ ഒരു ഷെഡ് കെട്ടി അതിനകത്താണ് ഇവൻ ഒളിച്ചിരിക്കുന്നത്. പുറത്ത് ഒച്ച കേട്ടപ്പോൾ പുളിക്കൻ ഒന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി. മുന്നിൽ ജോസഫിനെയും മനയൻകുട്ടനെയും ജോണിയെയും കണ്ടതും അവൻ ആകെ കിളി പോയതുപോലെ നിൽക്കാണ്. പേടിച്ച് വിറച്ചു നിൽക്കുന്ന അവനെ നോക്കിക്കൊണ്ട് തന്നെ ജോസഫ് ആഞ്ഞങ്ങ് ചീറി. എടാ, നീ വിക്രമിനെയും ശ്രീനിവാസനെയും ഒക്കെ ഒരുപോലെ അങ്ങ് പറ്റിച്ചിട്ട് ഇവിടെ സുഖമായി ഒളിച്ചു താമസിക്കുവാണല്ലേ? നിന്റെ ഈ ചതി കാരണം വിക്രം അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ നിനക്കറിയാമോ? നീ ഇനി രക്ഷപ്പെടില്ല. സത്യം പറഞ്ഞേ പറ്റൂ. പുളിക്കൻ പേടിച്ചു വിറച്ചുകൊണ്ട് തന്നെ അകത്തേക്കോടി. പുറകെ ജോസഫും അനിയൻകുട്ടനും ജോണിയുമെല്ലാം തന്നെ കയറി. അനിയൻകുട്ടൻ അവന്റെ ചട്ടുകാലിൽ അങ്ങ് പിടിച്ചു കുലുക്കി ചോദിച്ചു, എന്തിനാടാ നീ വിക്രമിനോട് ഈ ഒരു ചതി ചെയ്തത്? അവൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? വരുണിനെ കുത്തിയത് വിക്രമല്ലത് വാസവൻ സാറിന് മനസ്സിലായിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ പുളിക്കൻ ആകങ്ങനെ അന്തം വിട്ടു പോവാണ്. ജോസഫ് ബാക്കി കൂടെ പറഞ്ഞു, വാസവൻ സാറാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. കൂടെയുള്ളത് സാറിന്റെ വലം കൈയായ ജോണിയാണ്. ആരോ നിന്നോട് പറഞ്ഞിട്ടല്ലേ നീ വിക്രമിന്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചത്? അത് ആരാണെന്ന് നീ ഇപ്പൊ തന്നെ പറയണം. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോൾ പുളിക്കൻ പതുക്കെ അങ്ങ് വിങ്ങിപ്പൊട്ടി. എനിക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. ശ്രീനി സാറിനോടും വിക്രമിനോടും ഞാൻ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ജോസഫ് വിട്ടില്ല. എങ്കി പറ, ആരാണ് നിന്നോട് വിക്രമിന്റെ പേര് പറയാൻ പറഞ്ഞത്? വരുണിനെ കുത്തിയത് ആരാണെന്ന് നിനക്കറിയാം. ഈ സമയം ജോണി ആകെ ടെൻഷനിലായിരിക്കും. തന്റെ പേര് വല്ലതും പുറത്തു പറയുമോ എന്ന ഭയം അവന്റെ മുഖത്തുണ്ട്. പുളിക്കൻ പറയുന്നുണ്ട്, ശരി, ഞാൻ വരാം. വാസവൻ സാറിനോടും പോലീസുകാരോടും ഞാൻ എല്ലാ സത്യവും ഏറ്റുപറയാം. വിക്രമിനോട് മാപ്പ് ചോദിക്കാമെന്ന് പറയും. ജോണി പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി ആരും കാണാതെ ശ്രീകാന്തിനെ വിളിച്ചു. സാറേ, പുളിക്കരെ കിട്ടിയിട്ടുണ്ട്. അവൻ എല്ലാ സത്യങ്ങളും വാസവൻ സാറോട് തുറന്നു പറയാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇത് കേട്ട ഉടൻ തന്നെ ശ്രീകാന്ത് ആകങ്ങനെ വിററി പിടിച്ചു. കൂടെ ചന്ദ്രശേഖരനോട് കാര്യമെല്ലാം പറയും. ചന്ദ്രശേഖരൻ കടുപ്പത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് പ്രശ്നമായിരിക്കും ശ്രീകാന്തേ. വാസവൻ എത്തുന്നതിന് മുൻപ് അവനെ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടണം. നമ്മുടെ ഗുണ്ടകളെ വിട്ടിട്ട് അവനെ എടുത്തു പൊക്കാൻ പറ. ശ്രീകാന്ത് ഉടനെ തന്നെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. വാസവൻ എത്തുന്നതിന് മുൻപേ തന്നെ പുളിക്കന്റെ കഥ കഴിയണം. അപ്പുറത്ത് വിക്രമും വേദിയും തമ്മിലുള്ള വൈകാരിക നിമിഷങ്ങളാണ് കാണിക്കുന്നത്. പരസ്പരം ജീവന് തുല്യം സ്നേഹിക്കുന്ന അവർക്ക് ഇനി വേർപിരിയാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും. ഇതിനിടയിൽ ജോസഫും അനിയൻകുട്ടനും പുളിക്കനെ കാറിലേക്ക് കയറ്റാൻ നോക്കുമ്പോഴാണ് ശ്രീകാന്തിന്റെ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തുന്നത്. അവർ അനിയൻകുട്ടനും ജോസഫിനെയും അടിച്ചങ്ങ് വീഴ്ത്തി. പുളിക്കനെ ബലമായി തന്നെ പിടിച്ചു വലിച്ച് വണ്ടിയിലേക്ക് അങ്ങ് കയറ്റിക്കൊണ്ടുപോവാണ്. ജോണി ഉടനെ തന്നെ വാസവനെ വിളിച്ച് നാടകം കളിച്ചു. സാറേ, ഞങ്ങൾ അവനെ പിടിച്ചതായിരുന്നു. പക്ഷേ കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് അവനെ അങ്ങ് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയും. ഇത് കേട്ട് വാസവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, നിനക്കൊന്നും അവനെ തടയാൻ പറ്റിയില്ലേടാ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയും. ഗുണ്ടകൾ പുളിക്കനെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ച് അവിടെ പൂട്ടിയിട്ടു. പുളിക്കൻ ചോദിക്കുന്നത്, ആരാ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? അന്നേരം ഗുണ്ടകൾ പരിഹസിച്ചു പറഞ്ഞു, നിന്നെ രക്ഷിക്കാനല്ലടാ. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ആർക്കാണോ പണി കിട്ടുന്നത് അവർ തന്നെയാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് പറയും. ശ്രീകാന്തും ചന്ദ്രശേഖരനും വന്ന പിന്നെ നിന്റെ അന്ത്യമായിരിക്കും. ഇതിനിടയിൽ തന്നെ വീട്ടിൽ വർഷക്കാണെങ്കിൽ ഭയങ്കര സംശയമായി. വേദയുടെ മുറിയിൽ ഒരാണിന്റെ ശബ്ദം കേട്ട് അവൾ ശ്രീകാന്തിനോട് പറഞ്ഞു. ശ്രീകാന്ത് ചന്ദ്രശേഖരനും കൂടി വേദയുടെ മുറി പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു. വേദ അവനെ തടയാൻ നോക്കിയെങ്കിലും ശ്രീകാന്ത് വിട്ടുകൊടുത്തില്ല. ഈ മുറിക്കകത്ത് മറ്റാരോ ഉണ്ട് എന്ന് എനിക്കറിയാം. നീ മാറടി അങ്ങോട്ടേക്ക്. ഈ സമയത്ത് തന്നെ വിക്രം സ്റ്റോർ റൂമിൽ ഒളിച്ചിരുന്നു കൊണ്ട് തന്നെ ജോസഫിനെ വിളിച്ചു. ജോസഫ് പറയുന്നുണ്ട്, വിക്രം പുളിക്കനെ ശ്രീകാന്തിന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ വാസവൻ സാർ നേരിട്ട് വന്നു കൊടുത്തിനെ അവരെ അടിച്ചു തകർത്ത് പുളിക്കനെ രക്ഷിച്ചു. പുളിക്കൻ സത്യമെല്ലാം തന്നെ വാസവനോട് പറഞ്ഞിരിക്കുന്നു. വരുണിനെ കുത്തിയത് ഇൻസ്പെക്ടർ സാബുവാണ്. അതിന് പിന്നിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനുമാണ് എന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ടപ്പോൾ വിക്രമിന്റെ ചോര അങ്ങ് തിളച്ചു. വേദിയുടെ മുറിക്ക് പുറത്ത് ബഹളം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്ത് വാതിലങ്ങ് തള്ളി തുറക്കുമ്പോൾ വിക്രം അകത്തു നിന്ന് വാതിലങ്ങ് ചവിട്ടിപ്പൊളിച്ച് പുറത്തേക്ക് വന്നു. അത് കണ്ട് എല്ലാവരും ആകെ ഞെട്ടിപ്പോയി. വിക്രം ശ്രീകാന്തിന്റെ നെഞ്ചത്തേക്ക് ഒരു ആഞ്ഞൊരൊറ്റ ചവിട്ടങ്ങ് കൊടുക്കും. എടാ ചതിയനെ, നിന്നെ ഞാൻ കൊല്ലും. ശങ്കരനാരായണനും പത്മവും തടയാൻ നോക്കിയപ്പോൾ വിക്രം അലറിക്കൊണ്ട് പറഞ്ഞു, സർ, ഇവനാണ് വരുണിനെ കൊന്നത്. ഇൻസ്പെക്ടർ സാബുവിനെ കൊണ്ട് വരുണിനെ കുത്തിപ്പിച്ചത് ഈ നിൽക്കുന്ന ശ്രീകാന്താണ്. പുളിക്കൻ എല്ലാ സത്യങ്ങളും വാസവൻ സാറോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും അത് കേട്ട് ആകങ്ങനെ നിശബ്ദരായി നിൽക്കുകയാണ്. വിക്രം ശ്രീകാന്തിന്റെ ഫോൺ അങ്ങ് പിടിച്ചു വലിച്ച് അതിലുള്ള മെസ്സേജുകളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് അങ്ങ് കാണിച്ചു കൊടുത്തു. ചതിയെല്ലാം പുറത്തായി എന്ന് മനസ്സിലായപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ തല കുനിച്ച് നിൽക്കാണ്. വിക്രം നേരെ ചന്ദ്രശേഖരനെ പുളിക്കനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് അങ്ങ് പാഞ്ഞെത്തി. അവിടെ ചന്ദ്രശേഖരനാണെങ്കിൽ തോക്കു ചൂണ്ടി വാസവനെ കൊല്ലാൻ നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം പിന്നിലൂടെ വന്ന് ചന്ദ്രശേഖരനെ അങ്ങ് അടിച്ചു വീഴ്ത്തി. ഇനി നിന്റെ കളികളൊന്നും ഇവിടെ നടക്കില്ലടാ. അവസാനം സത്യങ്ങളെല്ലാം തെളിഞ്ഞു. ചതിയന്മാർ നിയമത്തിന് മുന്നിലായി. വിക്രമും വേദയും എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ ഒന്നായി മടങ്ങുകയായിരുന്നു.
വിക്രം ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്നും തോക്കങ്ങ് തട്ടിപ്പറിച്ച് അയാളെ തല്ലി വീഴ്ത്തുമ്പോൾ വാസവൻ ആകെ തകർന്നുപോയി. തന്റെ മകൻ വരുണിനെ കൊന്നത് വിക്രമല്ല എന്നും താൻ വിശ്വസിച്ചു കൂടെ നിർത്തിയ ശ്രീകാന്തും ജോഡിയുമാണ് എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. വിക്രം വാസവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു, സർ, ഇവരെ കൊല്ലുന്നത് എളുപ്പമാണ്, പക്ഷേ എന്റെ നിരപരാധിത്വം ലോകം അറിയണം. അതിന് ഇവരെ നിയമത്തിന് മുന്നിൽ എത്തിച്ചേ പറ്റൂ. അപ്പോഴേക്കും പോലീസ് സംഘം അങ്ങോട്ടേക്ക് ഇരിച്ചു കയറി. ജോസഫും അനിയൻകുട്ടനും വിക്രമിന്റെ കൂടെ നിന്ന് എല്ലാ തെളിവുകളും പോലീസിന് കൈമാറി. ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും ജോണിയെയും പോലീസ് അങ്ങ് വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. തന്റെ സ്വന്തം ഏട്ടൻ ഇത്രയും വലിയ ക്രൂരനാണെന്നറിഞ്ഞ വേദ ആകെ തകർന്നു പോവുകയായിരുന്നു. വിക്രമിനോട് അവൾ മാപ്പ് ചോദിച്ചു. വിക്രം, ഞാൻ പോലും അറിയാതെ എന്റെ കുടുംബം നിങ്ങളെ ഇത്രമാത്രം വേദനിപ്പിച്ചല്ലോ. എനിക്ക് നിങ്ങളെ നോക്കാൻ പോലും പേടിയാവുന്നു. വിക്രം അവളുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വേദ, നീ എന്റെ കൂടെ നിന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കിതൊന്നും തന്നെ തെളിയിക്കാൻ കഴിയില്ലായിരുന്നു. നിന്റെ സ്നേഹമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എന്ന് പറയും. ശങ്കരനാരായണനും പത്മവും തങ്ങളുടെ മകൻ ചെയ്ത ആ ഒരു വലിയ തെറ്റിന് വിക്രമിന്റെ കാല് പിടിച്ച് കരഞ്ഞ മാപ്പ് ചോദിച്ചു. പക്ഷേ വിക്രം അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛാ, അമ്മേ, നിങ്ങൾ ഒരിക്കലും ഇതിലൊന്നും തെറ്റുകാരല്ല. സത്യം ജയിച്ചു, അത് മാത്രം മതി എനിക്ക് എന്ന് പറയാണ്. പിന്നീട് കോടതിയിൽ പുളിക്കൻ നൽകിയ ആ ഒരു മൊഴിയും വിക്രം ശേഖരിച്ച ആ ഒരു ഡിജിറ്റൽ തെളിവുകളും ശ്രീകാന്തിനെ വല്ലാതങ്ങ് കുടുക്കി. ഇൻസ്പെക്ടർ സാബുവും പോലീസിന്റെ പിടിയിലായിരുന്നു. വിക്രം എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമുക്തനായി പുറത്തേക്ക് വന്നു. വാസവൻ തന്റെ മകന്റെ സ്ഥാനത്തായിരിക്കും പിന്നീട് വിക്രമിനെ കാണുന്നത്. തന്റെ വരുണിന്റെ ആ ഒരു സ്ഥാനം തന്നെയായിരിക്കും പിന്നീട് വിക്രമിന് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു ഇഷ്ടത്തോടു കൂടെ തന്നെ വാസവൻ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം വിക്രമിന്റെ വർക്ക്ഷോപ്പ് വലുതാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു തുക തന്നെ നൽകി. അയാൾ വിക്രമിനോട് പറഞ്ഞു, എന്റെ മകൻ പോയി, പക്ഷേ എനിക്ക് നീ ഇപ്പോൾ ഒരു മകനെ പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ അങ്ങ് ചേർത്ത് പിടിക്കും. അങ്ങനെ വലിയൊരു ആഘോഷത്തോടു കൂടി തന്നെയായിരിക്കട്ടോ വിക്രമിന്റെയും വേദയുടെയും വിവാഹം പിന്നീട് നടക്കാൻ പോകുന്നത്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ വിക്രമും വേദയും ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒന്നിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതേ സമയം ജയിലിൽ കിടക്കുന്ന ശ്രീകാന്തിന്റെയും ചന്ദ്രശേഖരന്റെയും ദയനീയ ചിത്രം കാണിച്ചുകൊണ്ട് തന്നെ അധർമ്മത്തിന് എപ്പോഴും പതനമുണ്ടാക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കും പവിത്രം സീരിയൽ ഇനി ക്ലൈമാക്സ് രംഗത്തിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.